ബീസ് ടേസ്റ്റ് ട്യൂബിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നല്ല ഒരു എണ്ണയില്ലാത്ത നല്ലൊരു 4 മണി പലഹാരമാണ് കൊഴുക്കട്ട. നമുക്കറിയാം, നമ്മൾ പണ്ട് മുതൽ എല്ലാവരും തയ്യാറാക്കുന്നതാണ്, ഇതെല്ലാവരും ചെയ്യാറുള്ളതാണ്. എന്നാൽ ഇത് നല്ല ഇങ്ങനെ പൊട്ടിപ്പോകാതെ നല്ല സോഫ്റ്റായിട്ട് എങ്ങനെയാണ് തയ്യാറാക്കുന്നതാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഹനാമോള് കണ്ടോ, സ്കൂളിൽ നിന്ന് വന്നിട്ട് അവൾ പ്ലേറ്റായിട്ട് ഒന്ന് നിൽക്കുകയാണ് കൊഴുക്കട്ട കഴിക്കാനായിട്ട്. അപ്പോൾ എങ്ങനെ നമുക്കൊന്ന് കഴിച്ച് നോക്കാം, എങ്ങനെയാണെന്ന് നമുക്കറിയാം. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് കണ്ടിട്ട് വരാം. ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് കുറച്ച് ശർക്കര, ഇത് നല്ല ശർക്കരയാണ്, പൊടി ശർക്കര. ഇതിനകത്ത് കല്ലൊന്നുമില്ല കേട്ടോ. ഞാൻ ഇതിനകത്തേക്ക് ഒരു 3/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ആദ്യം നമുക്ക് ഇതിനകത്ത് വയ്ക്കാനുള്ള ഫില്ലിംഗ് ആണ് കേട്ടോ ആദ്യം തയ്യാറാക്കുന്നത്. അത് നമുക്കൊന്ന് തയ്യാറാക്കി ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. ഇതാ ഉരുകിയിട്ടുണ്ട്. ഇത് തേങ്ങയാണ് കേട്ടോ. തേങ്ങ ഇത് ഡെസിഗ്നേറ്റഡ് കോക്കനട്ടാണ്. ഇവിടെ അങ്ങനെ മറ്റേ തേങ്ങ കിട്ടാൻ അത്ര എളുപ്പമല്ല. ഇത് നല്ല ഉണങ്ങിയ തേങ്ങയാണ്. അപ്പം ഞാനത് അതിനകത്തേക്ക് ഇട്ട് കൊടുത്തു. ഒരു കപ്പ് കാണും കേട്ടോ. അത് നമ്മുടെ മെഷർമെൻറ്റ് കപ്പിന് അതാ ഒരു കുറച്ചുകൂടെ ഉണ്ടായിരുന്നു, അതും കൂടെ ഇട്ട് എടുക്കുകയാണ്. അപ്പോൾ ഇതാ ശർക്കരയും തേങ്ങയും കൂടെ നന്നായിട്ട് യോജിച്ചിട്ടുണ്ട്. ഇനി നമുക്കതിനകത്തേക്ക് ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കാം. 1 സ്പൂണ് ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ജീരകപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ജീരകപ്പൊടി ഒരു 3/4 സ്പൂൺ ഇട്ട് കൊടുത്തു. പിന്നെ വേണമെങ്കിൽ ചുക്കുപൊടി ഉണ്ടെങ്കിൽ അതും ഇടാം കേട്ടോ. ഞാനിപ്പോൾ ചുക്കുപൊടി ചേർക്കുന്നില്ല. ഇഷ്ടമുള്ളവർക്ക് അതും കൂടെ ചേർക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് ഇത് നട്ട്സ് വറുത്തതാണ്. ഇത് നിർബന്ധമുള്ള കാര്യമല്ല കേട്ടോ, ഇത് ഓപ്ഷനിലാണ്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം എടുക്കുക. ഞാൻ ഇത്തിരി ബട്ടറിൽ വറുത്ത് വെച്ചിരുന്നതാണ്. ആ ബട്ടറും കൂടി അല്പം അതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ മിക്സ് ആക്കിയിട്ട് നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. അതിൻ്റെ ചൂടൊക്കെ ഒന്ന് ആറി വന്നോട്ടെ. അപ്പോൾ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. ഇത് ചുമ്മാ കഴിക്കാനും നല്ലതാണ്. ഇനി നമുക്ക് അതിന് വേണ്ടിയുള്ള മാവ് തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാൻ ഈ ഒരു കപ്പിന് 2 കപ്പ് അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ 2 കപ്പ് വെള്ളവും. ചിലപ്പോൾ ഈ വെള്ളം ചിലപ്പോൾ കൂടുതൽ വേണ്ടി വരും, കാരണം ഓരോ പൊടിക്കും അവിടെ ഇത്. അതേപോലെ 2 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വെള്ളത്തിലേക്ക് നമുക്ക് അല്പം ഉപ്പിട്ട് കൊടുക്കണം. പിന്നെ നമുക്ക് ഇതിനകത്തേക്ക് ഇത്തിരി ഓയിൽ ഒഴിച്ച് കൊടുക്കണം കേട്ടോ. കാരണം ഇതൊക്കെ നമ്മൾ കുഴയ്ക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിരിക്കാനൊക്കെ വേണ്ടിയാണ്. ഒരു ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് നെയ്യ് ഒഴിച്ചാൽ മതി കേട്ടോ. ഇത് അല്പം ജീരകം, അത് നിർബന്ധമുള്ള ഇഷ്ടമല്ല, എനിക്കിഷ്ടമാണ് ജീരകത്തിൻ്റെ ടേസ്റ്റ്. ആ മാവിന് വരാൻ വേണ്ടി ഇട്ടുന്നേ ഉള്ളൂ. അത് ഒരിക്കലും നിർബന്ധമുള്ള കാര്യമില്ല. പിന്നെ ഒരു 2 സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ. ചെറിയ സ്പൂണ് 2 സ്പൂണ്. ആ മാവിനൊരു ചെറിയ മധുരവും കൂടെ ഉണ്ടാവാൻ വേണ്ടിയാണ്. അതും നമുക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി. അപ്പോൾ അതാ നമ്മുടെ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് കേട്ടോ. ആ ജീരകം ചേർത്തുകൊണ്ട് ആ കളറൊന്ന് മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന അരിപ്പൊടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരുമിച്ച് ഒഴിക്കരുത്, കുറച്ച് വീതം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒരിക്കലും ഒരുമിച്ച് ഒഴിച്ച് കൊടുക്കരുത്. അത് നന്നായിട്ട് ഇത് മിക്സ് ചെയ്യണം കേട്ടോ. അതിൽ ഉണങ്ങി, അതായത് നനയാത്ത അരിപ്പൊടി ഉണ്ടാവരുത്. നല്ലതുപോലെ എല്ലാ ഭാഗവും നനഞ്ഞ് വരണം. വെള്ളത്തിൽ കുറവാണ് കേട്ടോ. ഞാൻ അല്പം വെള്ളം തിളപ്പിക്കാനായിട്ട് വേറെ വെച്ചിട്ടുണ്ട്. അതിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ചില പൊടിക്ക് വെള്ളം കൂടുതൽ വേണ്ടി വരും, ചിലതിനാണ് കൃത്യം അത്രയാളുന്ന അളവ് തന്നെ മതി. ഇത്തിരി കൂടെ വെള്ളം ഞാൻ തിളപ്പിച്ച വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്താ പറയുക, ഒരു 1/4 കപ്പും കൂടെ ഒഴിച്ചുള്ളൂ കേട്ടോ. അപ്പോൾ ശരിയായിട്ടുണ്ട്. ഇപ്പോൾ ഇത്രയും മതി. ഇനി നമുക്ക് ഈ മാവ് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. നന്നായിട്ട് കുഴക്കണം എന്ന് പറഞ്ഞാൽ ബലമൊന്നും ഉപയോഗിക്കേണ്ട. നമ്മൾ കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് കുഴച്ചാൽ മതി. ഒന്ന് ചൂടാറാൻ വേണ്ടി അല്പം നേരം മാറ്റി വയ്ക്കാം. ഇതാ നോക്കി ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ മാവൊന്ന് കുഴച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഇനി വെള്ളം കൂടിപ്പോയിരിക്കാൻ വേണ്ടി കൈ ഒട്ടിപ്പിടിക്കുമ്പോൾ എണ്ണ ഉപയോഗിച്ചാൽ മതി കേട്ടോ. അല്ലെങ്കിൽ ചിലപ്പോൾ വെള്ളം കൂടിപ്പോയി കഴിഞ്ഞാൽ അത് ശരിയാവില്ല. അത് കുഴച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ മിക്സർ പാത്രത്തിലേക്ക് അത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഉരുളകളാക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ഒരു 10-16 ഉരുളയ്ക്കുള്ളതുണ്ടാവും. ഇതുപോലെ ഒന്ന് കയ്യിലിട്ടൊന്ന് ഉരുട്ടി എടുത്താൽ മതി. ഉരുട്ടി എടുത്തിട്ട് ഇനി അതിനകത്ത് സെൻറ്ററിൽ കുഴി, അതെല്ലാവർക്കും അറിയാമല്ലോ, നമ്മളൊക്കെ ചെയ്യുന്നതാണ്. സെൻറ്ററിൽ കുഴി ചിലർക്ക് ഈ വിരലുകൊണ്ട് മാത്രം ചെയ്യും. ഞാനിപ്പോൾ ഈ 2 വിരൽ ഉപയോഗിച്ച് ഒന്ന് കുഴിച്ചെടുക്കുവാണ് കേട്ടോ. കുഴിച്ചെടുത്തിട്ട്, അതായത് അതിൻ്റെ കനമൊക്കെ ഒരേ തരത്തിലായിരിക്കണം. ഇനി നമുക്ക് ഈ ഫില്ലിങ് ഇതിനകത്തേക്ക് വെച്ച് കൊടുക്കാം. വെച്ച് കൊടുത്തിട്ട് അത് നന്നായിട്ട് അടച്ച് വെക്കാം. ഇതുപോലെ കൂട്ടിയൊന്ന് എടുത്താൽ മതി. അപ്പോൾ അറിയാമല്ലോ, നമുക്ക് ഇടയ്ക്ക് അത് ഒട്ടും ഗ്യാപ്പ് ഉണ്ടാകാത്ത രീതിയിൽ നന്നായിട്ട് ചെയ്യണം. ഒന്നുകൂടെ കയ്യിലിട്ടൊന്ന് ഉരുട്ടി എടുത്താൽ മതി. അപ്പോൾ അതിൻ്റെ പുറമൊക്കെ നല്ല മിനുസം ആയിക്കോളും. ഇതുപോലെ ചെയ്ത് എടുത്താൽ മതി.
ഈ നമ്മൾ കൊഴുക്കട്ട ഇങ്ങനെ അല്ലാതെ വേറെ നമുക്ക് അറിയാമല്ലോ, വേറെ നമ്മൾ കൊഴുക്കട്ടയുടെ അച്ച് വെച്ചുണ്ടാക്കും. അത് പലതരത്തിലും ചെയ്യാറുണ്ട്. നമ്മൾ പണ്ട് മുതൽ നമ്മുടെ അമ്മമാരൊക്കെ ഉണ്ടാക്കി തരുന്ന 4 മണിക്കൊക്കെ കുട്ടികൾ സ്കൂളിൽ നിന്ന് വരുമ്പോൾ ഇത് കൊടുക്കാൻ നല്ലതാണ്. നമ്മൾ അതും ഇതുമൊക്കെ സാധനങ്ങൾ വാങ്ങിച്ച് കൊടുക്കാതെ ഇങ്ങനെയുള്ള എണ്ണയൊന്നും അധികം ഇല്ലാത്ത ആഹാരങ്ങൾ നമ്മൾ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. അവർ നല്ല ഹെൽത്തി ആയിരിക്കും. ഇതുപോലെ നമുക്കിതെല്ലാത്തിലും ഒന്ന് ബോളിൽ നമുക്കിത് മിക്സ് ഒന്ന് നിറച്ചെടുക്കാം. ഞാൻ പറഞ്ഞല്ലോ, പലരും പലതരത്തിലാണ് ഇത് ഉരുട്ടിയെടുക്കുന്നത്. അപ്പോൾ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നിങ്ങൾ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഈ മിക്സ് നമ്മൾ കുറച്ച് ബാക്കി വന്നാലും കുഴപ്പമില്ല കേട്ടോ. നമുക്കത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് അടുത്ത ദിവസം നമുക്ക് വീണ്ടും ഉണ്ടാക്കി എടുക്കാവുന്നതാണ്. എനിക്കിപ്പോൾ ഇത്തിരി കൂടുതലുണ്ടെന്ന് തോന്നുന്നു. ഞാനത് എടുത്ത് മാറ്റി വെച്ചിട്ട് ഇനി ഒരു ദിവസം കൂടെ ഇത് ഉണ്ടാക്കുക, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ എന്താ പറയുക, നമ്മുടെ കൊഴുക്കട്ട എല്ലാം നമുക്കൊന്ന് ഉരുട്ടി ഇതാ എല്ലാം ഉരുട്ടി എടുത്തിട്ടുണ്ട്. ഈ പാത്രത്തിൽ ഇത്രയും ബോൾസ് ഉണ്ട്. ഇനി നമുക്കിത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അറിയാമല്ലോ, ആവിയിൽ വെച്ച് പുഴുങ്ങിയെടുക്കുക. അതിപ്പോൾ നമുക്ക് ഇഡ്ഡലി പാത്രമാണ് നമ്മൾ സാധാരണ ഉപയോഗിക്കുക. പണ്ടൊക്കെ എന്താ പറയുക, ഇത് ഇഡ്ഡലി പാത്രത്തിലെ വെള്ളം നന്നായിട്ട് തിളച്ചിട്ട് വെക്കാവുള്ളൂ കേട്ടോ. വെള്ളം തിളച്ചിട്ടുണ്ട്, ആവി വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ കൊഴുക്കട്ടയെല്ലാം ഇതിനകത്തേക്ക് വെച്ച് കൊടുക്കുകയാണ്. ഇനി ഒരു 15 മിനിറ്റ് നല്ല തീയിൽ ഇത് വേവണം കേട്ടോ. നന്നായിട്ട് വേണമെങ്കിൽ ഒരു 15 മിനിറ്റെങ്കിലും വേണം. ഇതെല്ലാം വെന്ത് കിട്ടിയിട്ടുണ്ട്, ഒന്നും പൊട്ടിപ്പോയിട്ടൊന്നുമില്ല. അപ്പം നമ്മൾ ഇതിനകത്ത് നിന്ന് എടുത്തിട്ട് നമുക്കൊന്ന് മോളൊന്ന് മുറിച്ച് നോക്കുന്നുണ്ട് കേട്ടോ. അവൾ കഴിക്കാനാണ്. കണ്ടോ, അതിനകത്ത് ആ നട്ട്സൊക്കെ ഇങ്ങനെ ഇരിപ്പുണ്ട്. എല്ലാം ഇവിടെ സെറ്റായിട്ട് ഇരിപ്പുണ്ട്. നല്ല സോഫ്റ്റാണ്, കഴിക്കാനായിട്ട് നല്ല സുഖമാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ അഭിപ്രായങ്ങൾ അറിയിക്കണേ. എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. മോള് നന്നായിട്ട് ഇത് കഴിച്ച് നോക്കിയിട്ട് അതിൻ്റെ നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.